സാമ്പത്തിക മുന്നിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിലെ യുവാവ് കൂടിയാണ് ആനന്ദ്. പക്ഷേ പാർട്ടിയിൽ നിന്നേറ്റ സംഘടന നേറ്റ ഒരിക്കലും പൊറുക്കാനാകാത്ത താങ്ങാൻ കഴിയാത്ത തിരിച്ചടികൾ തന്നെയാകാം ഈ യുവാവിനെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടത്. ഏതായാലും അദ്ദേഹത്തിന്റെ ശരീരം അല്പസമയത്ത് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റും. അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പൂജപ്പുര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ബിജെപിയുടെ നേതാക്കളോ പ്രവർത്തകരോ ആരും പ്രധാനപ്പെട്ട ആരും ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. നമുക്കറിയാം തിരുമല അനിലിന്റെ മരണം തന്നെ എങ്ങനെ വിശദീകരിക്കുമെന്നറിയാതെ കുഴങ്ങുകയാണ് ബിജെപി. തലസ്ഥാനത്തെ സാമ്പത്തികമായി പല പ്രശ്നങ്ങളിലും അതിനുശേഷം MS കുമാർ എന്ന ഒരു പക്ഷേ തലസ്ഥാനത്തെ ബിജെപിയിലെ തുടക്കകാലം മുതലുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് MS കുമാർ ബിജെപിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. സാമ്പത്തികമായ പ്രശ്നങ്ങൾ അദ്ദേഹം ഉൾപ്പെട്ട സഹകരണ സംഘത്തിലെ ക്രമക്കേടുകൾ, അവിടെ നിന്ന് പണം കടമെടുത്ത ആളുകളുടെ കാര്യമൊക്കെ പുറത്തു വരുന്ന ഒരു ഭീഷണി രൂപത്തിലുള്ള സന്ദേശം MS കുമാർ നേരത്തെ പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ആത്മഹത്യ കൂടി ഇവിടെ ഉണ്ടാകുന്നത്. അതും ബിജെപിക്കെതിരെ RSSനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ആത്മഹത്യയിലേക്ക് പോകുന്നത്. തിരുവനന്തപുരത്ത് പല വാർഡുകളിലും അർഹരായവരെ തഴഞ്ഞ് ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ ആളുകളെ തിരികെ കയറ്റിയെന്ന അമർഷം പൊതുവിലുണ്ട്. പലരും പരസ്യമായി പ്രതികരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം നിയമം മണ്ഡലം സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ രാജിവെച്ചിരുന്നു. അക്കാര്യവും എന്നോട് ആനന്ദ് ഈ സംസാര മധ്യേ സൂചിപ്പിച്ചിരുന്നു. മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ചിട്ടുണ്ട്, അയാൾ തിരിച്ചു വന്നു എന്ന ചില വാർത്തകൾ വരുന്നു. പക്ഷേ അയാൾ വീണ്ടും ഫേസ്ബുക്കിൽ താൻ തിരിച്ചു വരുന്നില്ല, വരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. രാജീവ് ചന്ദ്രശേഖരന്റെ രൂക്ഷമായ വിമർശനം പല ഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. PR വർക്ക് കൊണ്ട് മാത്രം കുറച്ചുനാൾ നാട്ടുകാരെ പറ്റിക്കും, എല്ലാ കാലത്തും പറ്റിക്കാൻ കഴിയില്ല എന്ന പേരിലൊക്കെ പല സന്ദേശങ്ങളും പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ ബിജെപിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ, ബിജെപിയുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കെതിരെ അതിരൂക്ഷമായ വിമർശനവും പ്രതിഷേധവും ഉയർത്തിക്കൊണ്ടാണ് നിരവധി പ്രവർത്തകർ ബിജെപിയുടെ ഭാഗത്തു നിന്ന് ആദ്യ പ്രതികരണം വരുന്നുണ്ട്. അത് കരമന ജയന്റെ പ്രതികരണമാണ്. ഇയാൾ BJP പ്രവർത്തകനല്ല, സ്ഥാനാർത്ഥി നിർണയത്തിൽ പേര് വന്നിട്ടില്ല, വർഷങ്ങൾക്ക് മുൻപ് RSS പ്രവർത്തകനായിരുന്നു, അടുത്ത കാലങ്ങളിലൊന്നും RSSുമായി ഒരു ബന്ധവുമില്ല, സംഭവത്തിൽ ദുഃഖമുണ്ട്, പക്ഷേ ഈ ആരോപണവുമായി ബന്ധമില്ല, BJPയുടെ ഒരു ചുമതലയും ഇയാൾ വഹിച്ചിട്ടില്ല എന്നാണ് ഇപ്പോൾ ഏറ്റവും ആദ്യമായി BJPയുടെ ഭാഗത്തു നിന്നൊരു പ്രതികരണം വരുന്നത്. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപക്ഷെ നാട്ടിൽ ഈ നിലയ്ക്കൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളെന്ന നിലയ്ക്ക് ആനന്ദ് ഒരുപക്ഷെ ജനകീയനായിരുന്നു. വീട്ടിൽ നിന്നും പുറത്തു നിന്നും പാർട്ടിയിൽ നിന്നും വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു. ആ സമ്മർദ്ദം ഒരുപക്ഷെ വലിയ പ്രശ്നത്തിലാക്കിയിരിക്കാം. അങ്ങനെയാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ആത്മഹത്യാക്കുറിപ്പിൽ വീട്ടുകാരുടെ കാര്യവും ഭാര്യയെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. സ്വാഭാവികമായും ഇത്തരം പ്രശ്നമുണ്ടായപ്പോൾ ഭാര്യ കൂടെ നിന്നില്ല എന്ന ഒരു വിമർശനമാണ് അവിടെ ഉള്ളത്. പക്ഷേ അതിലേറിയ ഭാഗത്തും സംഘടനയിൽ നിന്നുണ്ടായ തിരിച്ചടി തന്നെയാണ് ഇദ്ദേഹം പറയുന്നത്. BJP കരമന ജയന്റെ പ്രതികരണം അല്പസമയത്ത് നമുക്ക് അതിന്റെ ദൃശ്യങ്ങളും എത്തിക്കാനാകുമെന്ന് കരുതുന്നുണ്ട്. പക്ഷേ സ്വാഭാവികം ആദ്യ ഒരു പ്രതികരണമായി കാണാം. ഈ പ്രദേശത്ത് നമ്മൾ നേരത്തെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചപ്പോഴൊക്കെ അറിയപ്പെടുന്ന RSS BJP പ്രവർത്തകൻ തന്നെയാണ് ഇദ്ദേഹം. എന്നോട് സംസാരിക്കുമ്പോഴൊക്കെ ഒരു പ്രവർത്തന പശ്ചാത്തലം പറഞ്ഞിരുന്നു. സംഘടനാ രംഗത്ത് BJPക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിച്ച അതിന്റെ കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിരുന്നു. ഏതായാലും ഇത്തരം ഇത് BJPയുടെ ഒരു പ്രാഥമിക പ്രതികരണമായി കാണാം. സ്ഥാനാർത്ഥിത്വത്തിൽ ഇയാളുടെ പേര് വന്നിട്ടില്ല, സ്വാഭാവികമായി അങ്ങനെ വന്നു എന്ന് ഇദ്ദേഹം അവകാശപ്പെടുന്നുമില്ല. അദ്ദേഹം പറയുന്നത് താൻ ഇവിടെ മത്സരിക്കാൻ ആഗ്രഹിച്ചിരുന്നു, അത് RSS നേതാക്കൾ വഴി BJP അറിയിച്ചിരുന്നു, പക്ഷേ തന്നെ പരിഗണിച്ചില്ല എന്ന് മാത്രമല്ല അതിനുശേഷം ഈ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ച ശേഷം വലിയ സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം BJPയിൽ നിന്നും RS നിന്നും ഉണ്ടായി. അതുതന്നെയാണ് ഈ മരണ കാരണമെന്ന് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഇദ്ദേഹം പറയുന്നത്. വളരെ കൃത്യമായി അദ്ദേഹം ആ കാര്യം അതിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മരിക്കുന്നു എന്ന കാര്യം വളരെ കൃത്യമായി പറയുന്നുണ്ട്. വലിയ സമ്മർദ്ദം ഈ തൃക്കണ്ണാപുരം വാർഡിൽ മത്സരിക്കാൻ തീരുമാനമെടുത്തപ്പോൾ RSS പ്രവർത്തകരുടെ BJP പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് വലിയ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും ഉണ്ടായ സമ്മർദ്ദം എനിക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ്. എന്റെ അടുത്ത സുഹൃത്തുക്കൾ പോലും എന്നിൽ നിന്ന് അകന്നു പോവുകയാണ്. ചിലപ്പോൾ അതിന്റെ സ്വഭാവത്തിന് കുഴപ്പമായിരിക്കാം. സാഹചര്യം മുന്നിൽ കണ്ട് ഭാര്യയോട് പറഞ്ഞ കാര്യമൊക്കെ അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. പക്ഷേ BJPയിൽ നിന്ന് RS നിന്ന് വലിയ സമ്മർദ്ദം തനിക്ക് നേരിടേണ്ടി വന്നിരുന്നു തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ ആനന്ദ് കെ തമ്പി വ്യക്തമാക്കുന്നു. ശ്രീക അരുൺ, ഈ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് വന്ന ഇങ്ങനെ പരിഗണിച്ചിട്ടേ ഇല്ല എന്നൊക്കെ പറയുമ്പോഴും ആനന്ദും പറയുന്നില്ല അങ്ങനെ പരിഗണിച്ചിരുന്നോ, അങ്ങനെയൊന്നും പറയുന്നില്ല. പക്ഷേ ആനന്ദ് അവിടെ സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ചിരുന്നു, അതില്ല. പകരം വളരെ കറപ്റ്റായ, ആനന്ദ് ആരോപിക്കുന്നതനുസരിച്ചാണെങ്കിൽ വളരെ അഴിമതിയുള്ള ചിലർക്ക് ആ സ്ഥാനാർത്ഥിത്വം കൊടുത്തതിൽ വലിയ ദുഃഖമുണ്ടായിരുന്നു. BJP എത്രത്തോളം പ്രതിസന്ധിയിലാക്കുന്നുണ്ട്? ഇങ്ങനെ ഈ ആനന്ദിന് യാതൊരു ബന്ധവും ഇല്ല പാർട്ടിയുമായിട്ട് എന്നൊക്കെ കൈ കഴുകി ഒഴിയാൻ കഴിയുന്ന തരത്തിലാണോ ആനന്ദിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന വിവരങ്ങൾ?
ഒരിക്കലുമല്ല. ആനന്ദ് MG കോളേജിൽ പഠിക്കുമ്പോൾ മുതൽ ആനന്ദ് സജീവമായ RSSന്റെയും BJPയുടെയും പ്രവർത്തകനായിരുന്നു എന്ന് അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ നമുക്കും സുഹൃത്തുക്കളായുണ്ട്. അവരിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ്. ആനന്ദ് സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നത് ഏതെങ്കിലും സ്ഥാനമോഹി ആയതുകൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ RSSുമായി BJPയുമായി ബന്ധമുള്ള ആൾ തന്നെയാണെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ തീർച്ചയായും വളരെ അടുത്ത ബന്ധം RSSും BJPയുമായി പുലർത്തിയുന്ന ആൾ തന്നെയാണ് ആനന്ദ്. ഇപ്പോഴും അത്തരത്തിലുള്ള ആൾ തന്നെയാണ് ആനന്ദ് തന്നെയാണ്. അവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രദേശത്ത് ഞാൻ നേരിട്ട് പോയി ആളുകളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ആനന്ദ് അത്തരത്തിൽ ഒരു BJPയുമായി ചേർന്ന് പോകുന്ന BJPയുടെ പ്രവർത്തകർ തന്നെ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പുകളിലൊക്കെ സജീവമായി തന്നെ തിരുമല അനിൽ ആദ്യം അവിടെ മത്സരിച്ച് പരാജയപ്പെടുമ്പോഴും പിന്നീട് വിജയിക്കുമ്പോഴും ഒക്കെ ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം വളരെ സജീവമായി ആനന്ദ് പങ്കെടുത്തിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയോട് ആഗ്രഹിച്ചു. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ ആഗ്രഹം എല്ലാവരുടെ ആഗ്രഹവും രാഷ്ട്രീയ പാർട്ടികൾക്ക് നടത്തിക്കൊടുക്കാൻ കഴിയില്ല എന്ന വസ്തുതയാണ്. പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എല്ലാവരെയും ഈ രീതിയിൽ അവർ പ്രതീക്ഷിക്കുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ, ആഗ്രഹിക്കുന്ന ആളുകളെയൊക്കെ സ്ഥാനാർത്ഥികളാക്കാൻ കഴിയുന്ന ഒന്നല്ല. എങ്കിൽ പോലും ആനന്ദ് അത് ആഗ്രഹിക്കുമ്പോൾ ആനന്ദിനെ അതിൽ നിന്ന് പിന്മാറ്റാൻ വലിയ ശ്രമങ്ങളുണ്ടായി, വലിയ സമ്മർദ്ദങ്ങളുണ്ടായി. ആനന്ദ് തുടർച്ചയായി സമ്മർദ്ദം അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു ആത്മഹത്യയിലേക്ക് പോയതെന്ന് തന്നെയാണ് ഈ ആത്മഹത്യാക്കുറിപ്പ് വായിക്കുമ്പോഴും ഇന്ന് ആനന്ദിനോട് നേരിട്ട് സംസാരിച്ചയാളെന്ന രീതിയിലുമൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. VV അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അത്യന്തം ദുഃഖകരമാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് അരുണിനെ സംബന്ധിച്ച് അത് വളരെ വളരെ വേദനയുണ്ടാക്കുന്നതാണ്. ഇന്ന് ഉച്ചയ്ക്ക് ആനന്ദുമായി നേരിട്ട് സംസാരിച്ചതാണ്. 20 മിനിറ്റോളം സംസാരിക്കുകയും അവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ആനന്ദ് അരുണിനോട് പറയുകയും ചെയ്തതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു 2-3 മണിക്കൂറുകൾക്ക് ശേഷം ഒരു ആത്മഹത്യാ കുറിപ്പ്, ഒരു വാട്സപ്പ് മെസ്സേജായി വരുന്നത്. ആ മെസ്സേജിൽ പോലും ആ ആരോപണങ്ങൾ, നേരത്തെ പറഞ്ഞ ആരോപണങ്ങൾ എന്ന് കരുതിയെങ്കിലും താഴേക്ക് എത്തുമ്പോഴായിരുന്നു അതൊരു ആത്മഹത്യാ കുറിപ്പാണ് എന്ന് മനസ്സിലാവുന്നത്. തിരിച്ച് വിളിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയില്ല. അപ്പോഴത്തേക്കും ആനന്ദ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു. ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രിയിൽ വെച്ച് മരണം സംഭവിക്കുകയായിരുന്നു. എന്തായാലും വളരെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ BJPക്കെതിരെ, RSS പ്രാദേശിക നേതാക്കൾക്കെതിരെ ഉന്നയിച്ച ശേഷമാണ് ഈ ആത്മഹത്യ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. തൃക്കണ്ണാപുരത്ത് സ്ഥാനാർത്ഥിയാകും എന്ന് കരുതിയിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയായില്ലെന്ന് മാത്രമല്ല, വളരെ അഴിമതിക്കാരായ, പ്രത്യേകിച്ച് മാഫിയ എന്ന് തന്നെ ആനന്ദ് വിശേഷിപ്പിക്കുന്ന തരം ആളുകൾക്കാണ് സ്ഥാനാർത്ഥിത്വം കൊടുത്തത്. അത് വലിയ ദുഃഖമുണ്ടാക്കിയിരുന്നു. ആ ദുഃഖത്തിനപ്പുറത്തേക്ക് ഈ തരത്തിൽ വളരെ നേതൃത്വത്തിനെതിരെ, പാർട്ടിക്കെതിരെ വലിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു കുറിപ്പാണ് ഈ എഴുതിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. അരുൺ തുടരുന്നുണ്ട്. അരുൺ, ഇതിപ്പോൾ BJPക്കെതിരെ നേരിട്ട്, BJP RSS നേതാക്കൾക്കെതിരെ നേരിട്ട് ആരോപണമുണ്ട്. അവരെ കാണിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പാർട്ടിക്കും ഇത് നേരിട്ടെത്തി എന്തെങ്കിലും ഒന്ന് വിശദീകരിക്കുന്നത് പോലും ബുദ്ധിമുട്ടായിരിക്കും. BJP RSS നേതൃത്വങ്ങൾ, പ്രാദേശിക നേതൃത്വങ്ങൾ എത്രത്തോളം പ്രതിസന്ധിയിലാവുന്നുണ്ട് ഈ ആത്മഹത്യയിൽ? പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ അനിലിൻ്റെ ആത്മഹത്യയ്ക്ക് ശേഷം ഇങ്ങനെ ഒരു ആത്മഹത്യ കൂടി വരുമ്പോൾ. അരുൺ, ഞാൻ മടങ്ങിയെത്താം. ഇപ്പോൾ കോൺഗ്രസ് നേതാവും തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമായ KS ശബരിനാഥൻ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ശബരിനാഥൻ, ഇതിപ്പോൾ വളരെ ദുഃഖകരമായൊരു വാർത്തയാണ്.